തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിൽ വിവാദം പുകയുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ ദേവസ്വങ്ങൾ രംഗത്തെത്തി. പൂരത്തിൽ പോലീസ് ഇടപെട്ടത് ബി.ജെ.പി. CPIM ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തൃശൂരിനെ ഉപയോഗിച്ച് നേട്ടത്തിന് ശ്രമിച്ചാൽ വിലപ്പോകില്ലെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ് കെ മുരളീധരൻ. കുടമാറ്റത്തിൽ രാംലല്ല ഉയർത്തിയതാണ് തിരുവമ്പാടിയെ വേട്ടയാടുന്നതിന് പിറകിലെന്നാണ് ബി.ജെ.പി. പ്രചാരണം. കഴിഞ്ഞ ദിവസം രാത്രി 11-ന് ആരംഭിച്ച പൂരം വെടിക്കെട്ട് വിവാദം പുതിയ രാഷ്ട്രീയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂടുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ഉണ്ടാക്കിയ CPM BJP ഡീലിന്റെ ഭാഗമാണ് പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കെ മുരളീധരനും ആരോപിച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത്? പോലീസിനെ ഇടപെടിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഞാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ പറ്റും. തൃശൂർ പൂരത്തെ മറ്റു ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തൃശൂർക്കാർ തിരിച്ചറിയുമെന്ന് മന്ത്രി കെ രാജൻ തിരിച്ചടിച്ചു. ഇവിടെ ആരും തൃശ്ശൂർക്കാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാഭവും നേടാൻ തയ്യാറാകില്ല. അങ്ങനെ ആരെങ്കിലും ലാഭം നേടാൻ തൃശ്ശൂരിനെ കരുവാക്കിയാൽ തൃശ്ശൂർക്കാർ അത് തിരിച്ചറിഞ്ഞ് ഉയർന്ന ബോധത്തോടെ പെരുമാറാനുള്ള നല്ല പക്വതയും ബോധവും ഉള്ളവരാണ് തൃശ്ശൂർ. തൃശൂർ പൂരത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പോലീസ് സംഘർഷം ഉണ്ടാക്കേണ്ടത് കാര്യമുള്ളത് ഒരു അമ്പലത്തിന്റെ വെടിക്കെട്ടിന്റെ മുമ്പിൽ പോയിട്ട് സംഘർഷം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ പോലീസിന്? അവിടെ പോലീസിന് വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ, അല്ല വേറെ എന്താ ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പാർട്ടി എന്ന രീതിയിൽ പ്രതികരിക്കാം. തിരഞ്ഞെടുപ്പിന് ഏതാനും നാൾ മാത്രം അവശേഷിക്കെ വെടിക്കെട്ട് വിവാദം തൃശൂരിൽ LDFനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തൃശൂരിൽ BJP ഉയർത്തുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാകും വരും ദിനങ്ങളിൽ. അതേസമയം വൈകി തുടങ്ങിയ പകൽപൂരം 12:15 സമാപിച്ചു. തുടർന്ന് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ശേഷം പകൽ വെടിക്കെട്ടും നടന്നു. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.